ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള കണ്ണപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു ഹെൽത്തി സ്നാക്സ് കൂടെയാണ്. കാരണം ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ കുറച്ച് അരി കുതിർത്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കുന്ന റൈസില്ലേ, കൈമ റൈസ്, അതാണ് വേണ്ടത്. അതൊരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. കൈമ റൈസ്, അതായത് ജീരകശാല റൈസാണ് വേണ്ടത്. അത് നമുക്ക് ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം. നന്നായി കഴുകിയിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി കണ്ണപ്പത്തിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാനായിട്ട് സ്റ്റവ് ഓണാക്കിയിട്ട് പാത്രം വെച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. അതിലേക്ക് ഒരു 3-4 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇത് വഴറ്റിയെടുക്കണം. പെട്ടെന്നൊന്ന് വാട്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചതച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ അങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണേ. സവാള വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് അതിൽ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ആ ഒരു സവാളയിൽ നിന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് ഞാൻ വേവിച്ചിട്ടുള്ള 1 കപ്പ് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കനോ അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതോ ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതിൽ നിന്നൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഇതാ നമ്മുടെ കണ്ണപ്പത്തിന് ആവശ്യമായിട്ടുള്ള മസാല റെഡിയായി. ഇനി നമ്മുടെ അരി കുതിർത്ത് വെച്ചിട്ടില്ല, അതൊന്ന് അരച്ചെടുക്കണം. നന്നായി കഴുകി വെള്ളം ഊറ്റിയതിന് ശേഷം മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി എടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരക്കാൻ ആവശ്യമായിട്ട് സാദാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ഗ്ലാസിനടുത്തായിട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഈ ഒരു ലൂസിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ തരി ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ബാറ്റർ കിട്ടാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോകാനും പാടില്ല, അധികം അങ്ങ് കട്ടിയിലാകാനും പാടില്ല. അപ്പോൾ നമ്മുടെ മസാലയും റെഡിയായി, ആ ഒരു ബാറ്റർ എല്ലാം റെഡിയായി. ഇനി കണ്ണപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇഡ്ഡലി തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളെ കയ്യിൽ ചെറിയ ബൗളോ അല്ലെങ്കിൽ ചെറിയ പ്ലേറ്റോ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇഡ്ഡലി തട്ടിലാണ് സാധാരണയായിട്ട് കണ്ണപ്പം ഉണ്ടാക്കിയിട്ടെടുക്കാറുള്ളത്. ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിലേക്ക് കുറച്ചായിട്ട് ആ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇഡ്ഡലി തട്ടിൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല, നമ്മളതിൽ മസാലയും കൂടി വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പം ആ ഒരു ഇതിൽ വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല. ഇനി അതിലേക്ക് ഓരോരോ സ്പൂണ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി തട്ടിൻ്റെ എല്ലാ തട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എത്ര തട്ടാണുള്ളത് അത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഒരുമിച്ചിട്ട് തന്നെ നമുക്ക് ആവി കയറ്റി എടുക്കാം. നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ തന്നെ ചെമ്പിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ട് നമുക്ക് സാധാ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ആവി കയറ്റി എടുക്കാം. ഏകദേശം ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. ഈ ഒരു കണ്ണപ്പത്തിൻ്റെ മസാല നമ്മൾ ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പകരമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തതോ അല്ലെങ്കിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തതോ ഇട്ട് കൊടുക്കാം. എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ചെമ്മീനും അതുപോലെ തന്നെ ബീഫുമാണ്. കണ്ണപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതാ ഇഡ്ഡലി തട്ടുന്ന ഓരോന്നായിട്ട് ഇങ്ങനെ സ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ഒരു കൈമ റൈസിൻ്റെ ടേസ്റ്റും പിന്നെ ബീഫ് മസാലയെല്ലാം വരുമ്പം നല്ല അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.